സോഷ്യോളജിയിലെ സീനിയർ സെക്കൻഡറി ചാപ്റ്റർ 28 മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിന്റെ ഭാഗം 2 പാർട്ട് 2 കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇസ്ലാം? ഇസ്ലാം മീൻസ് ടു സറണ്ടർ ടു ഗോഡ്സ് ലോ, ദൈവത്തിന്റെ നിയമത്തിന് വിധേയമാവുക, കീഴടങ്ങുക. ആൻഡ് ദസ് ടു ബി ആൻ ഇന്റഗ്രൽ ഓൾ, അങ്ങനെ ഈശ്വരന്റെ ആ പൂർണ്ണതയുടെ ഒരു ഭാഗമാകുക എന്നതാണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പോപ്പുലേഷൻ ഓഫ് ഹിന്ദുസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഹിന്ദു വിഭാഗത്തിന്റെ ഏകദേശ ജനസംഖ്യ 83% ആണ്, 83%. മറ്റൊന്ന്, വാട്ട് ഈസ് ദ സിംബൽ ഓഫ് ഗോഡ് ഇൻ സിഖിസം? സിഖ് മതത്തില് ഗോഡ് അഥവാ ഈശ്വരൻ എന്നതിന്റെ പ്രതീകമായി അവർ എന്ത് ചിഹ്നമാണ്? ഓം എന്ന ചിഹ്നം തന്നെയാണ് സിഖ് മതം മാത്രമല്ല ഹിന്ദു മതത്തിലും അങ്ങനെ പല മതങ്ങളിലും ഓം എന്നത് ഈശ്വരന്റെ പ്രതീകാത്മക ചിഹ്നമായി പറയാറുണ്ട്. ഓംകാരം, ഓം എന്നൊക്കെ പറയാം. അതൊക്കെ ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ്സ് സെൻട്രൽ ടു ഹിന്ദുയിസം. ഹിന്ദു മതത്തിലെ അടിസ്ഥാന ആശയം എന്താണ്? സെൻട്രൽ കോൺസെപ്റ്റ് ഓഫ് എ സെൻട്രൽ വിച്ച് ഈസ് സെൻട്രൽ ടു ഹിന്ദുയിസം ആർ ധർമ്മ, കർമ്മ ആൻഡ് മോക്ഷ. ധർമ്മം, കർമ്മം, മോക്ഷം എന്നിവയാണ്. ഹിന്ദുമതത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ മതമാണ് ഹിന്ദുമതം. ഇന്ത്യയെ ആക്രമിച്ച അറബികളാണ് ഹിന്ദു എന്ന വാക്ക് രൂപപ്പെടുത്തിയത്. വേദങ്ങൾ, ആരണ്യകങ്ങൾ, ശ്രുതികൾ, ധർമ്മസൂത്രങ്ങൾ തുടങ്ങി നിരവധി വ്യത്യസ്ത സാഹിത്യ ഗ്രന്ഥങ്ങളിൽ നിന്നും ഉൽപ്പന്നമാകുന്നതാണ് ഹിന്ദുമതം. വേദങ്ങളിൽ ഏറ്റവും പ്രാചീനം ഋഗ്വേദമാണ്. ഒരു യഥാർത്ഥ ഹിന്ദു തന്റെ ജീവിതത്തിൽ 4 കാര്യങ്ങൾക്കാണ് പരിശ്രമിക്കേണ്ടത്. അവ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ്. ഈ സങ്കല്പങ്ങളോട് ബന്ധപ്പെട്ടാണ് കർമ്മവും സംസാരയും. ആർക്കും തന്റെ കർമ്മഫലം അനുസരിച്ച് മോക്ഷം പ്രാപിക്കാം. ജനന പുനർജന്മ ചക്രത്തെയാണ് സംസാരം എന്ന് പറയുന്നത്. ഓരോ മനുഷ്യന് ആത്മാവുണ്ടെന്നും അത് അനശ്വരമാണെന്നും ഹിന്ദുമതം വിശ്വസിക്കുന്നു. ജനന പുനർജന ചക്ര മോക്ഷപ്രാപ്തി വരെ ആവർത്തിക്കും. ഒരുവൻ ഒരു പ്രത്യേക അവസ്ഥയിൽ ജനിക്കുന്നതും പുനർജനിക്കുന്നതും അവന്റെ കർമ്മഫലം അനുസരിച്ചായിരിക്കുമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ഇനി ഹിന്ദുമതത്തിൽ വന്ന പരിഷ്കാരങ്ങളെ കുറിച്ച് നോക്കാം. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഹിന്ദു സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. പണ്ട് കാലത്ത് നിരവധി ദുരാചാരങ്ങൾ ഹിന്ദു സമൂഹത്തിൽ നിലനിന്നിരുന്നു. തൊട്ടുകൂടായ്മ, സതി തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത്തരം അനാചാരങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലം മുതൽ ഉയർന്നു വന്നു. ഹിന്ദു സമൂഹത്തിൽ നിലനിന്നിരുന്ന ഇത്തരം അനാചാരങ്ങൾക്കെതിരെ രാജാറാം മോഹൻ റോയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നു. അദ്ദേഹം 1828 സ്ഥാപിച്ച ആര്യ സമാജവും ഹിന്ദു സമൂഹത്തിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുവാൻ ഒരു ഊർജം പകർന്നു. വേദങ്ങളിലേക്ക് മടങ്ങാം എന്നതായിരുന്നു ആര്യ സമാജത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ സംഘടനകളുടെ പ്രവർത്തന ഫലമായി മതേതരത്വവും സമത്വവും തുടങ്ങിയ ആശയങ്ങൾ ഹിന്ദു സമൂഹത്തിൽ സ്വീകാര്യത ലഭിച്ചു. ഇനി ഹിന്ദു മതത്തെ പോലെ തന്നെ മറ്റൊരു മതമാണ് ഇസ്ലാം മതം. ഇസ്ലാം മതത്തിന്റെ പ്രധാന വിശ്വാസങ്ങൾ ഏതെല്ലാം? ഇസ്ലാം മതത്തിന് 5 പില്ലറുകൾ ഉണ്ടായതായി പറയുന്നു. അവ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം അല്ലാഹുവിന്റെ ഇച്ഛയ്ക്ക് വിധേയം എന്നാണ്. അല്ലാഹുവിന്റെ മൊഴികളാണ് ഖുർആൻ എന്ന് ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിക്കുന്നു. 7-ാം നൂറ്റാണ്ടിൽ അറേബ്യയിലാണ് ഇസ്ലാം ജന്മം കൊണ്ടത്. AD 622 ഇസ്ലാം സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായമാണ് ഇസ്ലാം. ഇന്ത്യയിലെ മുസ്ലിമുകളിൽ സുന്നികൾ എന്നും ഷിയാകൾ എന്നും 2 വിഭാഗങ്ങളുണ്ട്. ഇസ്ലാം മതത്തിന്റെ പില്ലേഴ്സ്: അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. മുഹമ്മദ് നബിയാണ് പ്രവാചകൻ. ദിവസവും 5 പ്രാവശ്യം നിസ്കരിക്കണം. പാവങ്ങൾക്ക് ദാനം നൽകണം. റംസാൻ മാസങ്ങളിൽ നിരാഹാരം അനുഷ്ഠിക്കണം. ജീവിതത്തിൽ 1 പ്രാവശ്യമെങ്കിലും മക്കയിൽ പോകണം. ഇതൊക്കെയാണ് ഇസ്ലാം മതത്തിന്റെ 5 പില്ലറുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇസ്ലാം മതത്തിലെ 5 തൂണുകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ഒന്ന്, നമ്മൾ പറഞ്ഞതുപോലെ there is no God but God and Muhammad his prophet.
അല്ലാഹു എന്ന് പറയുന്ന ഈശ്വരനും അദ്ദേഹത്തിന്റെ പ്രവാചകൻ ആയിട്ടുള്ള മുഹമ്മദ് നബിയും ആണ്. അവർ രണ്ടുപേരെയുമാണ് ഇസ്ലാം മതം പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ ആശയങ്ങൾ അഥവാ മൗലികമായ ആശയങ്ങൾ ആ ദൈവത്തിന്റെ ഏകത്വത്തിലാണ്. ആൻഡ് ദ ഫൈനാലിറ്റി ഓഫ് ദ പ്രോഫറ്റ്, അതുപോലെ പ്രവാചകന്റെ ആ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് എന്നത്, ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതാണ് ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത്. ഫസ്റ്റ്, ഇസ്ലാമിന്റെ 5 പില്ലറുകളിൽ ഏറ്റവും ആദ്യത്തേതും പരമപ്രധാനവും അത് തന്നെയാണ്. ലൈഫ് ടൈമിൽ അല്ലാഹുവിന് സാക്ഷ്യം വഹിക്കുക എന്നതാണ്. അല്ലാഹുവിനും അദ്ദേഹത്തിന്റെ അന്തിമ പ്രവാചകനായിട്ടുള്ള മുഹമ്മദിനും സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് ഒരിക്കലെങ്കിലും അത് പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ പില്ലറാണ്. രണ്ടാമത്തേത് പ്രേയിങ് 5 times, 5 നേരത്തെ നിസ്കാരമാണ്. സൂര്യോദയത്തിന് മുമ്പ്, ബിഫോർ സൺറൈസ്, ഏർലി ആഫ്റ്റർനൂൺ, അതുപോലെ തന്നെ ലേറ്റ് ആഫ്റ്റർനൂൺ, ഇമീഡിയറ്റ്ലി ആഫ്റ്റർ സൺസെറ്റ്, സൂര്യാസ്തമയത്തിന് ശേഷം, ആൻഡ് ബിഫോർ റിട്ടയറിംഗ്, ഒടുവിൽ വിശ്രമിക്കുന്നതിന് മുൻപായി. ഇങ്ങനെ 5 നേരങ്ങളാണ്. അതും കാബ, മെക്കയിലെ കാബയുടെ ദിക്കിന് നേരെ തിരിഞ്ഞാണ് നിസ്കരിക്കുക. ഇനി അതുപോലെ തന്നെ പേയിങ് വെൽഫെയർ ടാക്സ്, നമുക്ക് ക്ഷേമമായിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, ക്ഷേമത്തിന് വേണ്ടിയിട്ട് ദാനധർമ്മം ചെയ്യുക, സക്കാത്ത് അനുഷ്ഠിക്കുക. അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ഡ്യൂറിങ് റമദാൻ മാസത്തില് നോമ്പ് നോക്കുക. ദ 9th month ഓഫ് ഇസ്ലാമിക് ലൂണാർ ഇയർ, ചാന്ദ്ര കലണ്ടറാണ് ഇസ്ലാമിക കലണ്ടർ. നമുക്കറിയാം ആ ലൂണാർ കലണ്ടർ പ്രകാരമുള്ള 9ാം മാസം എന്ന് പറയുന്നത് റമദാൻ മാസമാണ്. അപ്പോൾ ഭക്ഷണം ഇല്ല, അതുപോലെ തന്നെ ജലപാനീയങ്ങളില്ല റമദാൻ നോമ്പ് സമയങ്ങളില, പുകവലിയോ മറ്റ് ലൈംഗിക ബന്ധങ്ങളോ ഒന്നും പാടില്ല. അസ്തമയം, പ്രഭാതം മുതൽ അസ്തമയം വരെ. ഇത് ഇസ്ലാമിന്റെ 5 പില്ലറുകളിൽ 4ാമത്തേതാണ്. 5ാമത്തേത് പെർഫോമിംഗ് ദ ആനുവൽ പിൽഗ്രിമേജ് ടു കാബ, കാബയിലേക്ക് ഒരു വാർഷിക തീർത്ഥാടനമാണ് ഉദ്ദേശിക്കുന്നത്. വൺസ് അഡൽട്ട് ലൈഫ് ടൈം, ഒരാളുടെ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ആ ജീവിത കാലഘട്ടത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും, പ്രൊവൈഡഡ് വൺ ക്യാൻ അഫോർഡ് ദ ജേണി, ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, ആ യാത്ര ചെയ്യാനുള്ള പണം അയാൾക്കുണ്ടായിരിക്കണം. ആൻഡ് ഹാസ് പ്രൊവിഷൻസ് ഫോർ വൺസ് ഫാമിലി, കുടുംബത്തെ പട്ടിണിയാക്കിയിട്ട് മക്കയ്ക്ക് പോകാനായിട്ട്, ഹജ്ജ് തീർത്ഥാടനത്തിന് പോകണമെന്ന് നിർബന്ധമില്ല. കുടുംബത്തിന് കഴിയാനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ ആണ് അങ്ങനെ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഒരു ഇസ്ലാം അനുഷ്ഠിച്ചിരിക്കണം. ഇത് ഇസ്ലാമിന്റെ 5 പില്ലറുകൾ എന്ന് അറിയപ്പെടുന്നു. ഇനി നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞ ആശയങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. എന്താണ്? ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കി. അതുപോലെ തന്നെ ജൈന മതത്തിലെ ചില ആശയങ്ങൾ നമ്മൾ നോക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൂടി നോക്കി കടന്നു പോരണം. അങ്ങനെ ചോദ്യം ഇതാണ്, സ്വരാഷ്ട്രീയ മതത്തിലേതാണ് ചോദ്യം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ എർത്ത് ഇൻ സ്വരാഷ്ട്രീയനിസം? സ്വരാഷ്ട്രീയനിസത്തില് ഭൂമിയുടെ പ്രത്യേകത എന്താണ്? അതായത് ദ എർത്ത് ഹാസ് സിഗ്നിഫിക്കന്റ് പ്ലേസ് ഇൻ സ്വരാഷ്ട്രീയനിസം. സ്വരാഷ്ട്രീയ മതത്തില് ഭൂമിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഷീ ഈസ് റിഗാർഡഡ് ആസ് ദ മദർ ഹൂ സസ്റ്റെയിൻസ് ഓൾ ഹ്യൂമൻ ബീയിങ്സ്. എല്ലാ മനുഷ്യരെയും നിലനിർത്തുന്നത്, ജീവന്റെ ആധാരം എന്ന് പറയുന്നത് ഭൂമിയാണെന്നാണ് പറയുന്നത്. നമ്മൾ ശാസ്ത്രീയ ചിന്തയിൽ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഡ്യൂറിങ് ലൈഫ് ദ സ്വരാഷ്ട്രീയൻ ഈസ് ഇൻ ഹെർ ചാർജ്. ഒരു സ്വരാഷ്ട്രീയൻ അവന്റെ ജീവിത കാലഘട്ടത്തിൽ ഭൂമിയുടെ ഉത്തരവാദിത്വത്തിലാണ്. ആഫ്റ്റർ ഡെത്ത്, മരണശേഷം അവൻ എങ്ങോട്ടേക്കാണ് പോവുക? ഹി റിട്ടേൺസ് ടു ഹെർ ഫയർ. അതർ എന്നാണ് ഫയർ എന്ന് പറയുന്നത്. ഇസ് ആൻ ഔട്ട്വേർഡ് സിമ്പിൾ ഓഫ് സ്വരാഷ്ട്രീയൻ. സ്വരാഷ്ട്രീയന്മാരുടെ ഒരു ബാഹ്യ പ്രതീകമായിട്ടാണ് കാണുന്ന മറ്റൊന്നാണ് ഫയർ അഥവാ അതർ എന്ന് പറയുന്നത്. സരതുഷ്ട തോട്ട് ദ ഇറാനിയൻസ് ടു വർഷിപ്പ് ഫയർ. അഗ്നിയെ ആരാധിക്കാനായിട്ട് സരതുഷ്ട ഇറാനിയന്മാരെ പഠിപ്പിച്ചു. ആസ് ദ പ്യൂറസ്റ്റ് ആൻഡ് ഹോളിയസ്റ്റ് ഓഫ് ഗോഡ്സ് ക്രിയേഷൻ. ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശുദ്ധമായത് എന്നാണ് അതിനെ സരതുഷ്ട പഠിപ്പിച്ചത്. ദിസ് ഈസ് ദ റീസൺ വൈ സ്വരാഷ്ട്രിയൻസ് ഡു നോട്ട് ബേൺ ദെയർ ഡെഡ്. ഇതുകൊണ്ട് സ്വരാഷ്ട്രീയന്മാര് അവരുടെ മൃതദേഹങ്ങൾ, അവരുടെ ആളുകൾ മരിച്ചാൽ മൃതദേഹങ്ങൾ തീയിൽ ദഹിപ്പിക്കുന്നില്ല. ബിക്കോസ് കോണ്ടാക്ട് വിത്ത് ദ ഡെഡ് ആൻഡ് ഡിക്കേയിങ് ബോഡി, മൃതവും ജീർണിക്കുന്നതുമായ ശരീരത്തെ അഗ്നി കോണ്ടാക്ട് ചെയ്യുമ്പോൾ വുഡ് പൊല്യൂട്ട് ദ ഹോളി ഫയർ, അത് വിശുദ്ധ അഗ്നിയെ അത് മലിനപ്പെടുത്തും എന്നാണ്
അവരുടെ വിശ്വാസം. ഫോർ ദ സെയിം റീസൺ, അക്കാരണത്താൽ then neither bury the corpse nor throw it in water. അത് അവരുടെ മൃതദേഹം കുഴിച്ചിടുകയോ ജലത്തിൽ എറിയുകയോ ചെയ്യില്ല. So they build a walled in platforms of masonry. പിന്നെ അവരെന്താണ് ചെയ്യുക? അവര് വലിയ ആൾമറ കെട്ടിയ വലിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കും. എന്നിട്ട് ഓപ്പൺ ടു ദ സ്കൈ, ആകാശത്തേക്ക് തുറന്നു കിടക്കുന്ന പ്ലാറ്റ്ഫോമുകളാണവ. ഇവിടെ ഡെഡ് ബോഡികൾ കൊണ്ടുവയ്ക്കും. ഇതിന് ദ കാമാസ് എന്നാണ് പറയുന്നത്, നോൺ ആസ് ടവർ ഓഫ് ദ സൈലൻസ്, നിശബ്ദതയുടെ ഗോപുരം എന്നാണ് പറയുക. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ദ കോർപ്സ് ഈസ് എക്സ്പോസ്ഡ്. ഇവിടെയാണ് അവരവരുടെ മൃതദേഹം എക്സ്പോസ് ചെയ്യുക. വിച്ച് ദ ബേർഡ്സ് ഈറ്റ് അവേ, അത് പക്ഷികൾ തിന്നുകളയും. ദി ബോൺസ് ക്രംബിൾ ദ ആക്ഷൻ ഓഫ് സൺ, സൂര്യപ്രകാശത്തില് വെയിൽ കൊണ്ട് എല്ലുകൾ പൊടിയും, മഴയില് കാറ്റില് ഒക്കെയായി. ദ ബോൺ ഡസ്റ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ ലാർജ് പിറ്റ് ഇൻ ദ സെന്റർ. നടുഭാഗത്തൊരു വലിയ കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് ഈ ബോൺ ഡസ്റ്റ്, എല്ലിന്റെ പൊടികളെല്ലാം വന്ന് ചേരും. ഓഫ് ദ ടവർ വേർ ഓൾ പീപ്പിൾ ഓഫ് ഡിഫറെന്റ് ക്ലാസ്സസ്, പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അറ്റ് ലാസ്റ്റ് മിങ്കിൾ ടുഗദർ ഇൻ ദ ബോസം ഓഫ് മദർ എർത്ത്, ഭൂമി എന്ന് പറയുന്ന അമ്മയുടെ അടിത്തട്ടില് ഒരുമിച്ച് ചേരും എന്ന്. റൈറ്റ് എ നോട്ട് ഓൺ ഹിമാലയൻ ബുദ്ധിസം. ഹിമാലയൻ ബുദ്ധിസത്തെ കുറിച്ച് ഒരു ചെറുകുറിപ്പ് എഴുതുക എന്നൊരു ചോദ്യം ഉണ്ട്. ടുഡേ ഹിമാലയൻ ബുദ്ധിസം ഓഫ് ഈസ് ഡയറക്റ്റ്. ഇന്ത്യൻ ആൻസെസ്ട്രി റിമെയിൻസ് ഓൺലി ഇൻ നേപ്പാൾ. ഹിമാലയൻ ബുദ്ധിസം ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടായതാണ്. അതിൻ്റെ ഇന്ത്യൻ പൂർവിക ആചാരങ്ങളൊക്കെ ഉള്ള ബുദ്ധിസം നേപ്പാളിലാണ് മാത്രമേ ഉള്ളൂ. വേർ ഇറ്റ് ഈസ് ഫ്യൂസ്ഡ് വിത്ത് ഹിന്ദുയിസം. അവിടെ വാസ്തവത്തിൽ അത് ഹിന്ദു മതവുമായിട്ട്, നേപ്പാളിൽ നമുക്കറിയാം ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു മതവുമായിട്ട് അവിടെ ലയിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് പ്രീസ്റ്റ് ആർ കോൾഡ് വജ്രാചാര്യ. ഇതിന്റെ ഹിമാലയൻ ബുദ്ധിസത്തിന്റെ പ്രീസ്റ്റുകൾ വജ്രാചാര്യന്മാരെന്നാണ് അറിയപ്പെടുന്നത്. ഹു ആർ താന്ത്രിക് പ്രീസ്റ്റ്. അവർ താന്ത്രിക പുരോഹിതന്മാരാണ്. ആൻഡ് ദേ ആർ മാരീഡ് പേഴ്സൺസ്. അവർ വിവാഹിതരായ ആളുകളുമാണ്. ബിക്കോസ് ഓഫ് ദിസ് കിങ്ഡം ഓഫ് ബുദ്ധിസം ഈസ് ഓൾസോ നോൺ ആസ് വജ്രാചാര്യ ബുദ്ധിസം. അതുകൊണ്ട് തന്നെ ബുദ്ധിസത്തിന്റെ ഈ പ്രത്യേക വിഭാഗത്തെ വജ്രാചാര്യ ബുദ്ധിസം എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധിസം ഓഫ് ടിബറ്റൻ ഒറിജിൻ സർവൈവ്സ് ഇൻ ലഡാക്ക്. ടിബറ്റില് ഉണ്ടായ ഈ ബുദ്ധിസം ലഡാക്ക് പ്രദേശങ്ങളില്, സിക്കിമില്, ഭൂട്ടാനില്, നേപ്പാളിലൊക്കെ ഉണ്ട്. ഇറ്റ് ഓൾസോ സർവൈവ്സ് വിത്ത് ടിബറ്റൻ റെഫ്യൂജീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ടിബറ്റൻ അഭയാർത്ഥികൾ തീർച്ചയായും ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഹിമാലയൻ ബുദ്ധിസം ആ രീതിയിലും സർവൈവ് ചെയ്യുന്നുണ്ട്. ഹൂസ് സെറ്റിൽമെന്റ്സ് ആർ ഇൻ ഡിഫറെന്റ് പാർട്സ്. അവരൊക്കെ താമസിക്കുന്നത് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലുമാണ്. ഇനി ജൈനമതത്തിലെ ജാതി സമ്പ്രദായത്തെക്കുറിച്ച്. ജൈൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു ന്യൂമറസ് കാസ്റ്റ്. ജൈനമതത്തിൽ ഒത്തിരി ജാതികളുണ്ട്. സം സ്കോളേഴ്സ് എസ്റ്റിമേറ്റ് ദാറ്റ് there are certainly not less than 60 castes among Jains. ജൈനമതത്തിൽ ഏകദേശം 60-ൽ കുറയാതെ ജാതികളുണ്ടെന്നാണ്. Many Jains are trades people. പല ജൈനികളും ജൈനമതക്കാരും അവർ കച്ചവടക്കാരാണ്. ബട്ട് some are in other occupations as well. വേറെ ചിലര് മറ്റ് പല തൊഴിലുകളും ചെയ്യുന്നവരാണ്. such as cultivation and service. കൃഷിയും സേവന പ്രവർത്തനങ്ങളും. Jains in South India divide themselves in 4 groups. സൗത്ത് ഇന്ത്യയിലെ ജൈൻസ് 4 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡഡ് ബൈ ദോസ് ഹു ആർ ടെമ്പിൾ പ്രീസ്റ്റ്. ചിലര് ക്ഷേത്ര പൂജാരികളുമാണ്. ദിസ് പ്രീസ്റ്റ്ലി കാസ്റ്റ് ഈസ് ലൈക്ക് ദ ബ്രാഹ്മിൻ കാസ്റ്റ് അമംഗ് ഹിന്ദുസ്. ഹിന്ദുക്കളിലെ ബ്രാഹ്മണ ജാതി പോലെയാണ് ഈ പുരോഹിത വർഗം. ഇത് ദ മെയിൻ എക്സെപ്ഷൻ ദാറ്റ് ഈവൻ ദീസ് ഹയസ്റ്റ് അമംഗ് ജൈൻസ് will interdining with all other Jains of the religion. ഇവര് മറ്റ് ജൈനന്മാരോടൊപ്പം കൂടിയിരുന്ന് മിശ്രഭോജനം കഴിക്കുന്നതിന് അവർക്ക് തടസ്സങ്ങളില്ല എന്നുള്ളതാണ്. ബ്രാഹ്മണന്മാർക്ക് അത് അത്ര സാധ്യമാകുന്ന കാര്യമല്ല. ഇനി among Hindus, member of different castes do not have interdining relations. നമുക്കറിയാം ഹിന്ദു മത ആചാരപ്രകാരം പറയുകയാണെങ്കിൽ വ്യത്യസ്ത ജാതിക്കാർ തമ്മിലുള്ള പരസ്പര മിശ്രഭോജനം ഇന്റർഡൈനിങ് പോസിബിൾ അല്ല. Jains have also adopted the characteristics of the area where they have chosen to reside. ജൈനന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ എവിടെയാണ് താമസിക്കുന്നത് ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കുറേയൊക്കെ അവർ സ്വീകരിക്കാറുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഇൻ ഗുജറാത്ത് സം ജൈൻസ് കാസ്റ്റ് ഹാവ് ടേക്കൻ അപ്പ് ദ സിസ്റ്റം ഓഫ് ഹൈപ്പർഗാമി. അതായത് അനുലോമ വിവാഹം എന്ന് വേണമെങ്കിൽ പറയാം. അനുലോമ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അനുകൂലമായ വിവാഹമാണ്. അതായത് ഉയർന്ന ജാതിയിലെ പുരുഷന് താഴ്ന്ന ജാതിയിലെ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിന് തടസ്സമില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ടേക്കിംഗ് വുമൺ ഫ്രം ലോവർ കാസ്റ്റ് ഇൻ മാരേജ് റാദർ ദാൻ ഗിവിംഗ് ദർസ്. അതേസമയം അവരുടെ ഉയർന്ന ജാതിയിലെ സ്ത്രീകളെ താഴ്ന്ന ജാതിയിലെ
പുരുഷന്മാർക്ക് അങ്ങോട്ട് വിവാഹം കഴിച്ചു കൊടുക്കാറില്ല എന്നർത്ഥം.